ഇവൻ ആദ്യം തിമ്നയിലെ ഫെലിസ്തീയ പെണ്ണിൻ്റെ അടുത്ത് പോകുന്നുണ്ട്, 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന് റീഡിൽ ആൾക്കാരോട് പറഞ്ഞു. പിറ്റേ ദിവസം എന്താ, ഈ പെങ്കൊച്ച് വന്നിട്ട് കുറച്ച് കരഞ്ഞു കാണിച്ചു. കുറച്ച് കരഞ്ഞു കാണിച്ചപ്പോഴത്തേക്ക് ഇവൻ എന്ത് ചെയ്തു, അവൻ്റെ ശരീരം അവൻ പറഞ്ഞു, എൻ്റെ അപ്പനോടും അമ്മയോടും ഞാൻ പറഞ്ഞിട്ടില്ല, പിന്നെ നിന്നോട് പറയുമെന്നൊക്കെ ആദ്യമൊക്കെ ചോദിച്ചു ഇല്ലേ. അങ്ങനെയൊക്കെ ചോദിച്ചെങ്കിലും ഇവന് ഈ കുറച്ച് കരഞ്ഞു കണ്ടപ്പോഴത്തേക്ക് എന്താണ്, ആ കാര്യങ്ങൾ റില്ല് പറഞ്ഞു കൊടുക്കുകയാണ്. റില്ല് പറഞ്ഞു കൊടുക്കുന്നുള്ളത് തന്നെയല്ല, അവൾ എന്ത് ചെയ്യുന്നു, അവൾ കളിപ്പിക്കുകയാണ്. അതെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണ്ടായോ. ഇപ്പോൾ ഇവന് 16-ാം അധ്യായത്തിൽ ഗസയിൽ വെച്ച് കാണുന്ന പെണ്ണുണ്ടല്ലോ, അവളും ഇവൻ എവിടെ താമസിക്കുന്നുള്ളത് മറ്റോട് പറഞ്ഞതുകൊണ്ടാണ് അവനോട് വന്ന് താമസിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ എന്ത് ചെയ്തു, ന്യൂസ് കൊടുത്തു കഴിഞ്ഞു ഇല്ലേ. ദലീലയുടെ കാര്യം എന്താണ്, ദലീല ഉൾമുറിയിൽ ആളുകളെ വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി, ഇവനെ പിടിക്കാൻ വേണ്ടി. പക്ഷെ ഇവൾ കരഞ്ഞു കാണിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒടുവിലൊക്കെ എഴുതിയിരിക്കുന്നത് വളരെ തമാശയാണ്. അതിൻ്റെ 16-ാം വാക്യത്തിൽ കാണിച്ചിരിക്കുന്നതിനാണ്, അവൻ മരിപ്പാൻ തക്കവണ്ണം വ്യസന പരവശനായി തീർന്നിട്ട് തൻ്റെ ഉള്ളം മുഴുവൻ അവളെ അറിയിക്കും. എവിടെ ഇവൻ്റെ ആത്മാവ്? ദ സ്പിരിറ്റ് ഹാസ് ഗോൺ, ഓൾറെഡി ഗോൺ. ഇപ്പോഴെന്തേ ഉള്ളൂ, ആ ശക്തി അധികം കുഴപ്പമില്ലാതെ ഒക്കെ എങ്ങനെ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ട്. 16-ാമത്തെ 7-ാം വാക്യത്തിലും 11-ാം വാക്യത്തിലും 7 പച്ച ഞാൻ പൊട്ടിച്ചു, 11-ാം വാക്യത്തിൽ പുതിയ കയറ് പൊട്ടിച്ചു, 13-ാം അധ്യായത്തിൽ അവൻ്റെ 7 ജടകളിന്മേൽ കെട്ടിയിരുന്ന 7 നൂൽപ്പാവ് പൊട്ടിച്ചു കളഞ്ഞ് എപ്പോഴും ശക്തി പ്രകടിപ്പിച്ചു. പക്ഷേ ഇവിടെ ഒന്നും എന്തെഴുതിയിട്ടില്ല, ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നെന്നുള്ള കാര്യം എഴുതിയിട്ടില്ല. ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നെന്നുള്ള കാര്യം എഴുതിയിട്ടില്ല. എന്നാൽ എപ്പോഴാണ് അവൻ്റെ നിന്ന് ആത്മാവ് പൂർണ്ണമായിട്ട് വിട്ടുപോകുന്നറിയാം, ഉടമ്പടിയുടെ സമ്പൂർണ്ണമായ ലംഘനം നടക്കുമ്പോഴാണ്. ഏറ്റവും ആദ്യം തൊട്ട് തന്നെ ഇവൻ ദൈവിക കാര്യങ്ങളിൽ സീരിയസ് അല്ലാതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവനെ സംബന്ധിച്ചുള്ള നാസീർ വ്രതസ്ഥൻ എന്ന നിലയിലാണ് നമുക്കറിയാം, അവനൊരു നാസീർ വ്രതസ്ഥനായിരുന്നു. എന്നാൽ ഈ നാസീർ വ്രതസ്ഥനായിരുന്ന ഈ വ്യക്തി കുറേ കാലങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ്റെ ഉടമ്പടിയുടെ ചിഹ്നമായ മുടി ഒരു വേശ്യയ്ക്ക് വേണ്ടി അവൻ മുറിച്ചു കൊടുത്തപ്പോൾ മാത്രമാണ് പൂർണ്ണമായിട്ടും ദൈവാത്മാവിനെ വിട്ടുപോകുന്നത്. 20-ാം വാക്യത്തിൽ യഹോവ തന്നെ വിട്ടു എന്നറിയാതെ, ഇത് ഒറ്റ ദിവസത്തെ പരാജയമല്ല, നാസിർ വ്രതത്തിന് യോജിക്കാത്ത ജീവിതത്തിൽ ഓരോ സമയത്തും ദൈവാത്മാവ് അവന് മടങ്ങി വരാനുള്ള അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. നാസിർ വ്രതത്തിന്റെ ഒത്തിരി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിൽ മൊത്തമായിട്ട് കാണുന്നുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ടവൻ അവൻ്റെ മുടി മുറിക്കാൻ പാടില്ല. അതാണ് ഇവിടെ അവസാനമായിട്ട് ലംഘിച്ചിരിക്കുന്നത്. കാര്യം അവൻ്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, അവൻ ക്ഷൗരക്കത്തി അവൻ്റെ തലയിൽ തൊടാൻ പാടില്ല, വീഞ്ഞും മദ്യവും ഉപയോഗിക്കാൻ പാടില്ല, ഫെർമേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ലഹരി ഉണ്ടാക്കുന്ന യാതൊരു സാധനങ്ങളും അവന് ഉപയോഗിക്കാൻ പാടില്ല, മരിച്ച ശവത്തിൻ്റെ അടുത്ത് അവന് ചെല്ലാൻ പാടില്ല. പക്ഷെ ഇവന് താഴോട്ട് ആദ്യമൊക്കെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് എന്താണ്, ആദ്യം അവൻ ചെല്ലുന്നത് തന്നെ എവിടെയാണ്, അവൻ കൊന്ന സിംഹത്തിൻ്റെ ശവത്തിൻ്റെ അടുത്ത് അവൻ ആദ്യം ചെല്ലുന്നത് എന്ന് തന്നെയല്ല, അതിനകത്തുനിന്ന് അവൻ തേനെടുത്തിട്ട് ഭക്ഷിക്കുന്നതാണ്. അപ്പോൾ നാസിർ വ്രതം ഒന്നും ഇവൻ ഒരിക്കലും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. എന്നാൽ ഏറ്റവും ഇവിടെ യഹോവ തന്നെ വിട്ടു, 20-ാം വാക്യത്തിൽ യഹോവ തന്നെ വിട്ടു എന്നറിയാതെ, നേരത്തെ തന്നെ ആത്മാവ് പോയിരുന്നു, ശക്തി പിന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് യഹോവ വിട്ടു എന്നുള്ളത് അവന് അറിയാൻ പറ്റിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപകടം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശക്തി കണ്ടിന്യൂ ചെയ്യുന്നുവെങ്കിൽ പലപ്പോഴും യഹോവ എപ്പോഴാണ് വിട്ടുപോയെന്നുള്ളത് നമുക്ക് മനസ്സിലാകാതെ വരും. അതൊരു വലിയൊരു ഡിസപ്ഷനാണ്. എന്നാൽ ഇവനത് വലിയൊരു വിഷയമല്ല, ആത്മാവ് പോയെന്നുള്ളത് ഇവന് വിഷയവുമല്ല. 16-ാമത്തെ 28-ാം വാക്യത്തിൽ അവൻ അവസാനം യഹോവയോട് അപേക്ഷിക്കുന്നത് ശക്തിക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. കർത്താവേ, എനിക്ക് ഒരു പ്രാവശ്യം കൂടെ ശക്തി തരണം. ആത്മാവിനെ തരണം എന്നല്ല പറയുന്നത്. എന്താ പറയുന്നത്? ശക്തി തരണേ. കാരണം അവൻ്റെ മനസ്സിൽ എന്തേ ഉണ്ടായിരുന്നുള്ളൂ, ശക്തിയെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും നമ്മുടെ പരാജയം നമ്മൾ ആത്മാവിനെയല്ല ആഗ്രഹിക്കുന്നത്, ശക്തിയെയാണ് എന്നുള്ളതാണ്. എന്നാൽ ദൈവാത്മാവില്ലാത്ത ശക്തിയുടെ അവസാന പ്രകടനം കാണുമ്പോൾ 3000 പേരെ അവൻ കൊന്നു, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ആരും ചാകുന്നുണ്ട്, അവനും ചാകുകയാണ്. അപ്പോൾ ദൈവാത്മാവില്ലാത്ത ശക്തി പ്രകടനം തീർച്ചയായും നമ്മളെ തന്നെ നശിപ്പിക്കുന്നതാണ് എന്നുള്ളത് മറന്നു പോകരുത്. ഇതൊക്കെ ഈ കാലയളവിലേക്ക് വളരെ പ്രസക്തമായ കാര്യമാണ്. ആത്മാവ് പോയാലും ശക്തി തുടരുന്ന അവസ്ഥ ഇന്നും പലരിലും നടക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചിട്ടുള്ള ഭാഗമാണ്. എന്താണ്? ആ നാളുകളിൽ പലരും വന്ന് എന്നോട്, കർത്താവെ, ഞാൻ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വീര്യപ്രവൃത്തികളെ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് എന്നോട് പറയും. ഞാൻ അവരോട്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല, അധർമ്മം പ്രവർത്തിക്കുന്നതിന് എന്നെ വിട്ട് പോകുകയും. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പക്ഷേ അവർക്ക് കൊടുത്ത ആ ഗിഫ്റ്റ് ദൈവം തിരിച്ചെടുക്കാഞ്ഞതുകൊണ്ട് അവർക്ക് പ്രവചിക്കാനും വീര്യപ്രവർത്തികളെ പ്രവർത്തിക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനും ഒക്കെ ഒരു പക്ഷേ കഴിഞ്ഞിരുന്നു. ആത്മാവില്ലാതെ തന്നെയും ഒരിക്കലും ഒരു ആത്മാവുള്ളവരാണ്, ഉണ്ടായിരുന്നവരാണ്. എന്നാൽ അത് തുടരുന്നതായ, ഞാൻ പറഞ്ഞല്ലോ, ഹോളി സ്പിരിറ്റ് ഈസ് ബോത്ത് എ ഗിഫ്റ്റ് ആൻഡ് എ ഗിവർ. ദ ഗിവർ ഗോസ്, ദ ഗിഫ്റ്റ് റിമെയിൻ. ഇതാ സംഭവിക്കുന്നത്. ആൻഡ് പവർ ടു പെർഫോം മിറക്കിൾസ്, ഇറ്റ് കണ്ടിന്യൂസ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗിഫ്റ്റ് നമ്മൾ നോർമലി ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ സംഭവിക്കുന്നു? പലപ്പോഴും ചിലപ്പോൾ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അത് നടക്കും. കാര്യം എന്തായി പറയുന്നത്? ദൈവാത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രവചിക്കാൻ പറ്റും? ദൈവാത്മാവ് ഇവർ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ആരാധിക്കുകയും പ്രവചിക്കുകയൊക്കെ ചെയ്യുന്ന, പിന്നെ ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നാണ് നമ്മുടെ പലരുടെയും ചിന്ത. പക്ഷേ ഇത് രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് വേദപുസ്തകം
പറയുന്നത്. ഇത് രണ്ടും കൂടെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗിഫ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ആർക്കെങ്കിലും നമ്മൾ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രസന്റ് അല്ല. നമ്മൾ ഗിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളൊരു സമ്മാനം, ഒരു ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുക, ഗിഫ്റ്റ് ഐറ്റംസ്, ഗിഫ്റ്റ് ആർട്ടിക്കിൾസ്, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരാൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് അവനെ ശക്തീകരിക്കേണ്ടതിന് അവൻ നിർവഹിക്കേണ്ട ഒരു പ്രവൃത്തി നിർവഹിക്കണമെങ്കിൽ അതിനുവേണ്ടി അവനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു കാര്യം കൊടുക്കുന്നതിനാണ് വാസ്തവത്തിൽ ഇവിടെ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഗിഫ്റ്റ് ഇസ് നോട്ട് എ റിവാർഡ്, ഇറ്റ് ഈസ് നോട്ട് എ പ്രസന്റ്, ഇറ്റ് ഈസ് ഗിവൺ ടു സ്ട്രെങ്തൻ യു ടു അക്കംപ്ലിഷ് യുവർ മിഷൻ. നിങ്ങളുടെ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഒരു കാര്യമാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും ഇതിനെ ഒരു പ്രസന്റ് ആയിട്ടോ റിവാർഡായിട്ടോ കാണാൻ പാടില്ല. ദൈവാത്മാവ് നമുക്ക് ദാനങ്ങളെ നൽകുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ ദൈവം ഉദ്ദേശിക്കുന്നു അത് നിർവഹിക്കാനായിട്ട് നമ്മളെ ശക്തീകരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ദൈവം നമുക്ക് തരുന്ന ഗിഫ്റ്റ് നോർമലി പെട്ടെന്ന് തിരിച്ചെടുക്കത്തില്ല. ഈ ആത്മവരങ്ങൾ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും, അതായത് ഒരു നിമിഷം നമ്മളൊരു തെറ്റ് ചെയ്തു, ഒരു തെറ്റിലേക്ക് നമ്മൾ വീണ് പോയി, അന്നേരം പെട്ടെന്ന് ഗിഫ്റ്റ് അങ്ങ് എടുത്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രാർത്ഥിച്ച് അനുഭവിച്ചു, തിരിച്ചു വരുന്നു, അന്നേരം പെട്ടെന്ന് ഗിഫ്റ്റ് നമുക്ക് തിരിച്ചു വരുന്നു. ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം പല പ്രാവശ്യം നമ്മളെ ഇന്ന് ഗിഫ്റ്റ് എടുക്കുകയും തരികയും ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. പക്ഷേ ദൈവാത്മാവ് അങ്ങനല്ല ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും തന്നാൽ അത് തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പം ഞാൻ ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നതിൻ്റെ മനസ്സിലാക്കാൻ, ഇപ്പം എൻ്റെ മോൾക്ക് ഞാൻ യൂണിഫോം കൊടുക്കുകയാണ് സ്കൂളിൽ പോകാൻ. നമുക്ക് ബർത്ത്ഡേക്ക് ഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അതൊരു യു ക്യാൻ സേ ഇറ്റ് ഇസ് എ പ്രസന്റ്. ആ ഗിഫ്റ്റ് എന്നുള്ള വേദപുസ്തകപരമായി നോക്കുകയാണെങ്കിൽ നമ്മൾ യൂണിഫോം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഞാൻ അവൾക്ക് പഠിക്കാനായിട്ട് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണ്. ടെക്സ്റ്റ് ബുക്ക് ഇസ് മൈ ഗിഫ്റ്റ്. വേദപുസ്തക പ്രകാരം പറയുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഇല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പഠിക്കാൻ പറ്റത്തില്ല. ടെക്സ്റ്റ് ബുക്ക് ഇല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഞാൻ കൊടുത്തു. അവൾ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അവൾ കുറച്ച് റിബല്യസ് ആയിട്ട് എന്നോട് ധിക്കാരപരമായിട്ട് ഇടപെടുകയാണെന്ന് വെച്ചു. ധിക്കാരപരമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം പകല് എന്നോട് വഴക്കുണ്ടാക്കി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് വഴക്കുണ്ടാക്കി. ഉടനെ ഞാൻ ചന്തയ്ക്ക് കൊണ്ട് വിളിച്ചു, ആഹാ നീ എന്നെ അനുസരിക്കുന്നില്ലേ, എവിടെയാണ് ഞാൻ വാങ്ങിച്ചു തന്ന ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുപോയി ഇവിടെ, ആ ടെക്സ്റ്റ് ബുക്കും യൂണിഫോമും ഞാൻ കൊണ്ടുവന്നതല്ല, ഞാൻ തന്ന ഗിഫ്റ്റ് എല്ലാം ഇങ്ങ് കൊണ്ടുപോകാം എന്ന് ഞാൻ പറയും. നോർമലി ഞാൻ പറയത്തില്ല. ഈ അണ്ടർസ്റ്റാൻഡ്? ഞാൻ ഒരു ഉദാഹരണം പറയുന്നതേ ഉള്ളൂ. നമ്മൾ സ്കൂളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ചെറിയ വലിയ എന്തും ആട്ടെ, അന്നേരം നമ്മൾ ആദ്യം ചെയ്യുന്നത് കൊച്ചിൻ്റെ യൂണിഫോമും ടെക്സ്റ്റ് ബുക്കും തിരിച്ചു വാങ്ങിക്കുകയാണോ? ആണോ? അല്ല. കാരണം ഇവിടെ കുഞ്ഞ് എൻ്റെ മകളാണ്, അതുകൊണ്ട് അവൾ തെറ്റ് തിരുത്തുമെന്നും തിരികെ വരുമെന്നുമാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ കുഞ്ഞിന് വേണ്ടി, എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ അവളെ നാണം കെടുത്തത്തുമില്ല. പിറ്റേ ദിവസം സ്കൂൾ അസംബ്ലി ചെന്ന് കഴിഞ്ഞിട്ട്, അസംബ്ലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നേരെ ചെന്നിട്ട്, അറിയാമോ ഇവൾ ആരായി നിൽക്കുന്നതെന്ന്, എൻ്റെ മോളാ, എന്നാൽ എനിക്ക് പറയാതിരിക്കാൻ മേല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, അവളുടെ തെറ്റുകൾ മുഴുവൻ നാട്ടുകാരുടെ മുമ്പിൽ വിളിച്ച് പറയുന്നില്ല. ഞാൻ വാസ്തവത്തിൽ അവളുടെ തെറ്റ് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കത്തുള്ളൂ, ഹൈഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഐ ഹോപ്പ് ദാറ്റ് ഷീ വിൽ കം ബാക്ക്, ഐ ഹോപ്പ് ഷീ വിൽ കം ടു ദ നോർമൽ ലിവിങ്, ഐ ഹോപ്പ് ഷീ വിൽ ലവ് മീ ലേറ്റർ ഓർ ഷീ വിൽ കം ബാക്ക് ടു മീ ലേറ്റർ. വീണ്ടും എൻ്റെ അടുത്തേക്ക് മടങ്ങി വരുമെന്നും എൻ്റെ സ്നേഹത്തിലേക്ക് അവൾ മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇതുപോലെയാണ് കർത്താവ് വാസ്തവത്തിൽ ചെയ്യുന്നത്. ചില സമയത്ത് നമ്മൾ പാപത്തിൽ വീണ് പോയാലും പെട്ടെന്ന് തന്നെ ദൈവം നമ്മളൊരു പരിഹാസപാത്രമാക്കുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ചെയ്ത ഓരോ തെറ്റും പിറ്റേ ദിവസം കർത്താവ് അങ്ങ് വെളിപ്പെടുത്തി കഴിഞ്ഞായിരുന്നെങ്കിൽ പിന്നെ എന്തൊരു ഗതികളായിരുന്നു അല്ലേ? കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് നമ്മുടെ തെറ്റുകളൊക്കെ ക്ഷമിക്കാൻ പറ്റുമെങ്കിലും മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എത്രയോ തെറ്റുകളെ ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മറച്ചു വെക്കുന്നത്? നമ്മൾ ഈ അവസ്ഥയിൽ നിന്ന് മാറുമെന്നും തിരിച്ചു ചെല്ലുമെന്നും ഉള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷയിൽ ദൈവം എന്ത് ചെയ്യുകയാണ്? നമ്മളുടെ പാപങ്ങളെപ്പോലും കർത്താവ് എന്ത് ചെയ്യുന്നു? മറച്ചു വെക്കുന്നു. അതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ചെയ്യുന്ന ഓരോ പാപത്തിൻ്റെയും സമയത്ത് കർത്താവ് എന്ത് ചെയ്യുന്നില്ല, എൻ്റെ ഗിഫ്റ്റിനെയോ അല്ലെങ്കിൽ എനിക്ക് ദൈവം തന്നിട്ടുള്ള കൃപാവരങ്ങളെയോ എടുത്തു കളയുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവ് എന്നാൽ നമ്മുടെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എനിക്ക് ശക്തി തരുന്നുണ്ടെങ്കിലും ഒന്നാമത്തെ കാര്യം, അവനൊരു ആത്മാവാണ്, അവൻ വ്യക്തിയാണ്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? എൻ്റെ കൂടെ നടക്കുകയാണ്. എന്നാൽ എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്കൊക്കെ പോകുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ പരിശുദ്ധാത്മാവ് വരണമെന്ന് നിർബന്ധമില്ല. ഞാൻ ചായക്കട കയറുമ്പോൾ ചിലപ്പം പരിശുദ്ധാത്മാവ് കൂടെ വന്നിരിക്കും. പക്ഷേ ചായക്കട കയറിയാൽ ഉടനെ പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ വരണമെന്ന് നിർബന്ധമില്ല, ഇല്ലേ? ആത്മാവ് എൻ്റെ കൂടെ ഞാൻ പോകുന്നിടത്തെല്ലാം വരത്തില്ല. എന്നാൽ വഴി തെറ്റി ഞാൻ പോകുമ്പോൾ അവൻ എന്ത് പറയുന്നുണ്ട്? മോനെ, ദാറ്റ് ഈസ് നോട്ട് വേ, കം ബാക്ക്. അവൻ പറഞ്ഞ് വഴി ഞാൻ എവിടെ നിന്ന് തെറ്റിയോ അവിടെ പോയി നോക്കിയിരിക്കുകയാണ്. കുറച്ചു നേരം നോക്കിയിരിക്കുകയാണ്. നോക്കി നിന്ന് ഞാൻ മടങ്ങി വരുന്നോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിരിക്കുകയാണ്. മടങ്ങി വന്നു കഴിഞ്ഞാൽ ചേർക്കാനും പരിശുദ്ധാത്മാവിന് അത്ര വലിയ പ്രയാസമാണ്. നമ്മളെല്ലാം ഓരോ ദിവസവും അനുഭവിക്കുന്ന കാര്യമാണല്ലേ? ഇതൊന്നും ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മളെല്ലാം അനുഭവിക്കുന്ന കാര്യമാണ്. എത്രയോ പ്രാവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ, താഴ്ചകൾ, പാപങ്ങൾ, വെറും വീഴ്ചയും താഴ്ചയും മാത്രമൊന്നുമില്ല, പാപങ്ങൾ എന്ന് വിളിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടും അല്ലേ, നമ്മൾ എല്ലാത്തിനും അങ്ങ് ലൈറ്റായിട്ട് എടുത്ത് ബലഹീനത, വീക്ക്നെസ് എന്നൊക്കെയാണല്ലോ പറയുന്നത്. അങ്ങനൊന്നുമല്ല. പാപത്തെ പാപം എന്ന് തന്നെ വിളിക്കണം, അല്ലാതെ എന്താ വിളിക്കേണ്ടത്? വെൻ യു കോൾ സിൻ വിത്ത് അനദർ നെയിം, യു ആർ ലൈങ്. ഒരു സ്ത്രീ ഒരിക്കൽ പാസ്റ്റർ അടുത്ത് പറഞ്ഞു, പാസ്റ്റേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചാൽ എന്താ പ്രശ്നം? അതെനിക്ക് എക്സാഗ്രേറ്റ് ചെയ്യുന്ന സ്വഭാവം. എൻ്റെ പാസ്റ്ററോട് ഞാൻ പ്രാർത്ഥിക്കുന്നിരുന്നു. ഈ സ്ത്രീ ചോദിച്ചു, അതിന് പാസ്റ്റർ ഞാൻ വന്ന് വലിയ കാര്യമായിട്ട് എൻ്റെ ഒരു ബലഹീനത വന്ന് പറഞ്ഞപ്പം
പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല. പാസ്റ്റർ പറഞ്ഞു, സഹോദരി പ്രാർത്ഥിക്കണമെങ്കിൽ ആദ്യം എനിക്ക് കള്ളം പറയുന്ന സ്വഭാവം ഉണ്ടെന്ന് പറയണം. കാര്യം എക്സാഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കള്ളമാണ്. അതുകൊണ്ട് അല്ലാതെ അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അതിനെ അതിശയോക്തി എന്ന് പറഞ്ഞൊന്നും അതിൻ്റെ വില കുറയ്ക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല. ആൻഡ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് എ സിൻ. അതൊരു പാപമാണെന്ന് നിനക്ക് ബോധ്യം ഉണ്ടാകണം ആദ്യം, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? നമ്മളുടെ പ്രശ്നം എന്നറിയാമോ? നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണ്? ബലഹീനതയാണ്. വി നെവർ വാണ്ട് ടു കോൾ ഇറ്റ് എ സിൻ. വി സേ സം വീക്ക്നെസ്. അങ്ങനെ വീക്ക്നെസ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സിൻ ഇസ് സിൻ ആൻഡ് ഓൾവേസ് കോൾ സിൻ എ സിൻ. അങ്ങനെ ഞാൻ പറഞ്ഞത്, അങ്ങനെ പാപാവസ്ഥയിൽ നമ്മളായിരുന്നപ്പോൾ പോലും കർത്താവ് എന്ത് ചെയ്തില്ല? നമ്മളെ പരിഹാസപാത്രമാക്കിയില്ല. നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എടുത്തു കളഞ്ഞില്ല. നമ്മിൽ വസിച്ചുകൊണ്ടിരുന്ന ആത്മാവിനെ നമ്മിൽ നിന്ന് അവൻ മാറ്റിക്കളഞ്ഞില്ല. പക്ഷേ അതിനർത്ഥം അവൻ നമ്മളിൽ സാറ്റിസ്ഫൈഡ് ആണെന്നല്ല. അതിനർത്ഥം കർത്താവ് അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ലെന്നല്ല. നമുക്ക് പറ്റിയിരിക്കുന്ന പ്രശ്നം എന്താണെന്നറിയാം? പാപം ചെയ്തതിന് ശേഷം അന്യഭാഷ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് ദാറ്റ്സ് ഓക്കെ, ദൈവം അതിനെക്കൂടെ അങ്ങ് അഭിഷേകം ചെയ്തെന്നാണ് നമ്മുടെ ചിന്ത. നമ്മുടെ ആ അഭിഷിക്ത ഭാവമായിട്ട് പിന്നെ അങ്ങ് നമ്മുടെ മനസ്സിൽ കിടക്കുക. നോ, നെവർ. വി ഹാവ് ടു ബി വെരി കെയർഫുൾ. വഞ്ചിക്കപ്പെടരുത്. ഞാൻ പറഞ്ഞല്ലോ, ആത്മാവ് പോയാലും ശക്തി പ്രകടിപ്പിക്കപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് വാസ്തവത്തിൽ വഞ്ചിക്കപ്പെടുന്ന ഒരു സ്റ്റേജ്. വഴിതെറ്റി നടക്കുമ്പോഴും ദൈവാത്മാവ് നമ്മളിൽ പകർന്ന ശക്തി കുറേ കാലത്തേക്ക് നമുക്ക് ഉപയോഗിച്ചേക്കാം. കുറേ കാലത്തേക്ക് നമ്മൾ ഒരു സീലിംഗ് ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കറണ്ട് പോയാലും കുറേ നേരം കൂടെ എന്ത് ചെയ്യും? അത് കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇൻ ബിറ്റ്വീൻ കറണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കറണ്ട് പോയ കാര്യം തന്നെ നമ്മൾ അറിയത്തില്ലെന്നിരിക്കും, അല്ലേ? പക്ഷേ പിന്നെ ഒരിക്കലും നമ്മൾ ആ ഇലക്ട്രിക് പവറുമായിട്ട് ലിങ്ക് ആവുന്നില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഗ്രാജുവലി പവർ ഈസ് ഓൾറെഡി ഗോൺ. പക്ഷേ ഫാൻ നിൽക്കുന്നത് ചിലപ്പം കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും, ഒരു ടൈം. എന്നതുപോലെ ദൈവാത്മാവ് നിന്ന് വിട്ടുപോയ മനുഷ്യനും പലപ്പോഴും അവൻ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന കാരിസ്മാറ്റിക് ഗിഫ്റ്റ്സ് ഒക്കെ എക്സസൈസ് ചെയ്യുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. ആത്മാവിനെ പ്രവർത്തിച്ചവൻ, ആത്മാവിനെ പ്രാപിച്ചവൻ പാപം ചെയ്താൽ ആത്മാവ് അവൻ്റെ കൂടെ നടക്കത്തില്ല. എന്നാൽ കൃപാവരങ്ങളെ ഒറ്റയടിക്കാൻ എടുത്തു കളയുകയോ നമ്മളെ നാണം കെടുത്തുകയോ ചെയ്യുന്നില്ല. അത് ദൈവകൃപയാണ്. അവിടെ നമ്മുടെ മടങ്ങി വരവിനായിട്ട് കാത്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാം. ഇനി ദൈവാത്മാവ് പോയി കഴിഞ്ഞാൽ മത്സരിക്കുന്നവരുടെ മേൽ ദൈവാത്മാവ് പോയി കഴിഞ്ഞാൽ ദുരാത്മാവിനെ ദൈവം അയക്കുന്നു എന്നുള്ളതും അല്ലെങ്കിൽ ദൈവം അതിനെ അനുവദിക്കുന്നുള്ളൊരു വാസ്തവമാണ്. നമ്മൾ ശൗലിൻ്റെ ജീവിതത്തിലെ വാസ്തവത്തിൽ മറ്റ് ന്യായാധിപന്മാരുടെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. മറ്റ് ന്യായാധിപന്മാരൊക്കെ ദൈവാത്മാവിനെ വിട്ട് മറ്റ് പാപപ്രവൃത്തികളിലേക്ക് പോയിട്ടുണ്ട് എങ്കിലും ശരിക്കും ശൗലിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ശൗൽ എന്ത് ചെയ്യുന്നുണ്ട്? ശൗല് പൂർണ്ണമായിട്ട് ദൈവ വഴി വിട്ട് പോവുക മാത്രമല്ല, എന്താണ്, അവൻ ശമൂവേലിനെയും ദാവീദിനെയും അവന് കൊല്ലാൻ പരിശ്രമിക്കുകയും, വേറെ രീതി പറഞ്ഞാൽ ദൈവാത്മാവിനോടും ദൈവത്തോടും ദൈവത്തിൻ്റെ അഭിഷിക്തനോടും അല്ലെ ദൈവാലോചനയോടും ദൈവദാസനോടും ദൈവത്തോടും മറുത്തു നിൽക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ മറുത്തു നിൽക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് അറിയാമോ? അവൻ്റെ പതന കാരണത്തെക്കുറിച്ച് 1 ദിനവൃത്താന്ത പുസ്തകം 10-ാം അധ്യായം 13-ാം വാക്യത്തിൽ വായിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. അതായത് ഈ ഒരു വാക്യത്തിൽ അതിൻ്റെ മുഴുവനായിട്ട് എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു. 1-ാം അധ്യായം 1 ദിനവൃത്താന്തം 10-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും, നമുക്ക് ആരോട് ചെയ്ത അതിക്രമമാണ്? യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായികയാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു, അല്ലേ? അവൻ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായി. മറ്റ് ആളുകൾക്കൊക്കെ ഒരു പരിധി വരെ they fell into sin, they were falling. But ശൗലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. He was rebellious.